ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമിക്കോം കേരള. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ഒരു പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ബീട്രൂട്ട്, അത് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങയാണ്. ആ തേങ്ങയിലേക്ക് 2 പച്ചമുളകും ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും ഒരു ചെറിയ ടീസ്പൂൺ കടുകും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു മൺചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ബീട്രൂട്ട് ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴന്നു വരണം. ഇതപ്പം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഒരുമാതിരി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കണം, എന്നാലാണ് കറിക്ക് നല്ലൊരു കളറ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഇവിടെ വഴന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 400 ml കട്ടയായിട്ടുള്ള തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്തതിന് ശേഷം കുറേ നേരം അത് അടുപ്പത്ത് വെക്കരുത്, തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചെറുതായി ചൂടായാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഈ നമ്മുടെ പച്ചടി കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രം വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ അങ്ങനെ നമ്മുടെ കറിയല്ല പച്ചടി, സദ്യ സ്പെഷ്യൽ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഇച്ചിരി തിരക്കുള്ള ദിവസം വളരെ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഇന്നത്തെ ഈ ബീട്രൂട്ട് പച്ചടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പച്ചടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.